ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് വിൻ ടുഗദർ കേരള PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആറ്റത്തെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. ആറ്റത്തെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒരു മാർക്ക് പോലും ഇതിൽ നിന്ന് പോകാതെയുള്ള അത്തരത്തിലുള്ളൊരു ക്ലാസ്സാണിത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഒരു പദാർത്ഥത്തിലെ രാസപരമായ ഏറ്റവും ചെറിയ കണിക. ആൻസർ ആറ്റം. അപ്പോൾ ആറ്റം എന്നാൽ എന്താണ്? ഒരു പദാർത്ഥത്തിലെ രാസപരമായ ഏറ്റവും ചെറിയ കണികയെയാണ് ആറ്റം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക, അതും എന്താണ്? ആറ്റമാണ്. ഒരു പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ കണികയെയും ആറ്റം എന്ന് പറയുന്നു. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾഡ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾഡ്. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? നീൽസ് ബോർ. ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ. സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പ്രോട്ടോൺ. ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? അതിന് ചാർജ് ഇല്ല. ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? ചാർജ് ഇല്ല. അപ്പൊ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ആറ്റത്തിൽ ഏറ്റവും കൂടുതൽ മാസ് ഉള്ള കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിൽ ഏറ്റവും കൂടുതൽ മാസ് ഉള്ള കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുക അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മാസ് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുക അറിയപ്പെടുന്നത് മാസ് നമ്പർ എന്നാണ്. ഇത് നോട്ട് ചെയ്യുന്നത് Z എന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അറ്റോമിക് നമ്പർ. ഇത് നോട്ട് ചെയ്യുന്നത് A എന്ന പേരിലാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെയും എണ്ണം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അറ്റോമിക് നമ്പർ. ആറ്റത്തിന്റെ പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ച ഭാരതീയൻ ആരാണ്? ആചാര്യ കണാദൻ. ആറ്റത്തിന്റെ പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ച ഭാരതീയനാണ് ആചാര്യ കണാദൻ. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? അതും ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് ന്യൂട്രോണും പ്രോട്ടോണും. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങൾ ഏതൊക്കെയാണ്? ന്യൂട്രോണും പ്രോട്ടോണും. ന്യൂട്രോണിന് ചാർജ് ഇല്ല, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോണും ന്യൂട്രോണും ചേരുന്ന കണം അറിയപ്പെടുന്നത് ന്യൂക്ലിയോൺ. പ്രോട്ടോണും ന്യൂട്രോണും ചേരുന്ന കണം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ന്യൂക്ലിയോൺ. ഇനി പ്രോട്ടോണും ഇലക്ട്രോണും ചേരുന്ന കണം അറിയപ്പെടുന്നത് പോസിട്രോൺ. പ്രോട്ടോണും ഇലക്ട്രോണും ചേരുന്ന കണം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പോസിട്രോൺ. പ്രോട്ടോണും
പ്രോട്ടോണും ന്യൂട്രോണും ചേരുന്ന കണം അറിയപ്പെടുന്നത് ന്യൂക്ലിയോൺ. പ്രോട്ടോണും ഇലക്ട്രോണും ചേരുന്ന കണം അറിയപ്പെടുന്നത് പോസിട്രോൺ. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണ്? ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ആറ്റത്തിലെ ചലനശേഷിയുള്ള കണങ്ങളാണ് ഇലക്ട്രോണുകൾ. ആറ്റത്തിലെ ചലനശേഷിയുള്ള കണങ്ങളാണ് ഇലക്ട്രോണുകൾ. ഇലക്ട്രോണിന് ഏത് ചാർജാണുള്ളത്? നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. ഇലക്ട്രോണിന് ഈ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺസ്റ്റോൺ സ്റ്റോണി. ഇലക്ട്രോൺ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺസ്റ്റോൺ സ്റ്റോണി. ഇലക്ട്രോണിന് തുല്യമായ എണ്ണമുള്ള ആറ്റത്തിലെ കണം ഏതാണ്? പ്രോട്ടോൺ. ഇലക്ട്രോണിന് തുല്യമായ എണ്ണമുള്ള ആറ്റത്തിലെ കണമാണ് പ്രോട്ടോൺ. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമായിരിക്കും. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും മാസുകൾ തമ്മിലുള്ള അനുപാതം എത്രയാണ്? 1836:1. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും മാസുകൾ തമ്മിലുള്ള അനുപാതം എത്രയാണ്? 1836:1. ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിക്കുന്ന കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിക്കുന്ന കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. ആന്റി പ്രോട്ടോൺ എന്നാൽ എന്താണ്? പ്രോട്ടോണിന്റെ വിപരീത ചാർജും തുല്യമാസമുള്ള ആറ്റത്തിലെ കണമാണ് ആന്റി പ്രോട്ടോൺ. അപ്പോൾ ആന്റി പ്രോട്ടോൺ എന്നാൽ എന്താണ്? പ്രോട്ടോണിന്റെ വിപരീത ചാർജ് ആയിരിക്കും. അതുപോലെ പ്രോട്ടോണിന്റെ തന്നെ തുല്യമാസമുള്ള ആറ്റത്തിലെ കണമാണ് ആന്റി പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണം ഏതാണ്? ന്യൂട്രോൺ. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണം ഏതാണ്? ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. നീൽസ് ബോറിന്റെ ആറ്റം മാതൃക അറിയപ്പെടുന്നത് ക്വാണ്ടം തിയറി. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നീൽസ് ബോറിന്റെ ആറ്റം മാതൃക രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം നീൽസ് ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്തിനെയാണ്? ക്വാണ്ടം തിയറി. ന്യൂക്ലിയസിലെ കണങ്ങൾ അറിയപ്പെടുന്നത് ന്യൂക്ലിയോണുകൾ എന്നാണ്. ന്യൂക്ലിയസിലെ കണങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ന്യൂക്ലിയോണുകൾ എന്നതാണ്. അപ്പൊ ന്യൂക്ലിയോണുകളിൽ വരുന്ന കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയോണുകളിൽ വരുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. സൂര്യന് അതിന്റെ ഗ്രഹങ്ങൾ പോലെ ന്യൂക്ലിയസിന് ഇലക്ട്രോണുകൾ അല്ലെ? ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്നതാണ് ഇലക്ട്രോണുകൾ. അപ്പൊ സൂര്യന് അതിന്റെ ഗ്രഹങ്ങൾ പോലെ ന്യൂക്ലിയസിന് ഇലക്ട്രോണുകളാണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരേ അറ്റോമിക നമ്പർ ആയിരിക്കും, വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും. അപ്പോൾ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെ ചേരുന്നതാണ്? പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇത് രണ്ടും തുല്യമായിരിക്കും അല്ലേ? പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമായിരിക്കും. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും തുകയാണ് അല്ലെ? എണ്ണത്തിന്റെ തുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അറ്റോമിക നമ്പർ സെയിം ആയിരിക്കും. അറ്റോമിക നമ്പർ സെയിം തന്നെയായിരിക്കും, മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെയുള്ള മൂലകത്തിന്റെ ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഇനി ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഉള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരേ മാസ് നമ്പർ ആയിരിക്കും, വ്യത്യസ്ത ആറ്റോമിക നമ്പർ ആയിരിക്കും, മൂലകങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇതിന്റെ ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഇനി തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങളെയാണ് ഐസോട്ടോണുകൾ എന്ന് പറയുന്നത്. തുല്യ എണ്ണം ന്യൂട്രോണുകളായിരിക്കും, പക്ഷെ ഇവിടെ ചേഞ്ച് ആവുന്നത് പ്രോട്ടോണുകളാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങളെയാണ് ഐസോട്ടോണുകൾ എന്ന് പറയുന്നത്.
ഇനി ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളെയാണ് ഐസോമറുകൾ എന്ന് പറയുന്നത്. ഒരേ തന്മാത്രാ സൂത്രമായിരിക്കും, പക്ഷേ വ്യത്യസ്ത ഘടനയായിരിക്കും ഇതിനുള്ളത്. ഇങ്ങനെയുള്ള സംയുക്തങ്ങളെയാണ് ഐസോമറുകൾ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണങ്ങളാണ് ഗ്ലൂക്കോസും ഫ്രാക്ടോസും ഒക്കെ. അപ്പോൾ ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളെയാണ് ഐസോമറുകൾ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും ഫ്രാക്ടോസും. ഇനി ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ. ഈ ഓർബിറ്റുകളുടെ പേരുകളാണ് കെ, എൽ, എം, എൻ. ഒന്നാമത്തെ ഓർബിറ്റ് കെ, രണ്ടാമത്തെ ഓർബിറ്റ് എൽ, 3 എം, പിന്നെ എൻ. അപ്പോൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്നാണ്. ഇതിന്റെ പേരുകൾ ഏതൊക്കെയാണ്? കെ, എൽ, എം, എൻ. ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ മേഖലകൾ അറിയപ്പെടുന്നത് സബ് ഷെല്ലുകൾ എന്നാണ്. ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ മേഖലകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സബ് ഷെല്ലുകൾ എന്ന പേരിലാണ്. ഈ സബ് ഷെൽസ് ആണ് SPDF. അപ്പോൾ സബ് ഷെൽസിന്റെ പേരുകളാണ് SPDF. S stands for sharp, P stands for principal, D stands for diffuse, F stands for fundamental. ഇനി അഞ്ചാമത്തെ സബ് ഷെൽ അറിയപ്പെടുന്നത് G എന്നാണ്. അഞ്ചാമത്തെ സബ് ഷെൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? G എന്ന പേരിലാണ്. ഇനി ഓർബിറ്റിൽ ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്താണ്? സബ് ഷെൽ ആണ് അല്ലേ? അപ്പൊ സബ് ഷെൽ അറിയപ്പെടുന്നത് ഏത് പേരിലും കൂടെയാണ്? ഓർബിറ്റിൽ ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് സബ് ഷെൽ അഥവാ ഓർബിറ്റൽ. സബ് ഷെല്ലിന്റെ വേറൊരു പേരാണ് ഓർബിറ്റൽ. അപ്പോൾ ഓർബിറ്റിൽ ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് സബ് ഷെൽ അഥവാ ഓർബിറ്റൽ. ഇനി 1 ഗ്രാം ഹൈഡ്രജനിൽ 6.023 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അവഗാഡ്രോ ആണ്. 1 ഗ്രാം ഹൈഡ്രജനിൽ 6.023 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് അവഗാഡ്രോ. 6.023 × 10⁻23 കണികകൾ അടങ്ങിയ പദാർത്ഥത്തിന്റെ അളവാണ് 1 മോൾ. അപ്പോൾ 1 മോൾ എന്നത് 6.023 × 10⁻23 കണികകൾ അടങ്ങിയ പദാർത്ഥത്തിന്റെ അളവാണ്. അവഗാഡ്രോ സംഖ്യ എന്നറിയപ്പെടുന്നത് എന്താണ്? 6.023 × 10⁻23 ആണ്. അപ്പോൾ അവഗാഡ്രോ ആണല്ലേ ഈ ഒരു സംഖ്യ കണ്ടുപിടിച്ചത്. അപ്പം ഇതുകൊണ്ട് തന്നെ ഈ ഒരു സംഖ്യ 6.023 × 10⁻23 അഥവാ 1 മോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? അവഗാഡ്രോ സംഖ്യയാണ്. ഇനി അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ്? ഒക്ടോബർ 23 അന്താരാഷ്ട്ര മോൾ ദിനം. അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ്? ഒക്ടോബർ 23. 1 മോൾ ആറ്റങ്ങളുടെ മാസ് എന്തിനു തുല്യമാണ്? 1 ഗ്രാം ആറ്റത്തിന് തുല്യമാണ്. 1 മോൾ ആറ്റങ്ങളുടെ മാസ് എന്തിനു തുല്യമാണ്? 1 ഗ്രാം ആറ്റത്തിന് തുല്യമാണ്. ഒരാറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ആണ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഒരാറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് എന്താണ്? അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് കാർബൺ 12. അറ്റോമിക് മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? കാർബൺ 12. കാർബൺ 12 ആറ്റത്തിന്റെ എത്ര ഭാഗമാണ് ആറ്റങ്ങളുടെ ആപേക്ഷിക മാസ് പ്രസ്താവിക്കാൻ യൂണിറ്റായി സ്വീകരിച്ചിരിക്കുന്നത്? ആൻസർ 1/12. കാർബൺ 12 ആറ്റത്തിന്റെ എത്ര ഭാഗമാണ് ആറ്റങ്ങളുടെ ആപേക്ഷിക മാസ് പ്രസ്താവിക്കാൻ യൂണിറ്റായി സ്വീകരിച്ചിരിക്കുന്നത്? 1/12 ഭാഗം. അറ്റോമിക മാസ് യൂണിറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് യൂണിഫൈഡ് മാസ്. അറ്റോമിക് മാസ് യൂണിറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? യൂണിഫൈഡ് മാസ്. ഇനി പ്രോട്ടോണിന്റെ ഭാരം എത്രയാണ്? 1.672 × 10⁻⁻27 കിലോഗ്രാം. പ്രോട്ടോണിന്റെ ഭാരം എത്രയാണ്? 1.672 × 10⁻⁻27 കിലോഗ്രാം. ഇലക്ട്രോണിന്റെ ഭാരം എത്രയാണ്? 9.1 × 10⁻31 കിലോഗ്രാം. ഇലക്ട്രോണിന്റെ ഭാരം എത്രയാണ്? 9.1 × 10⁻31 കിലോഗ്രാം. ന്യൂട്രോണിന്റെ ഭാരം എത്രയാണ്? 1.674 × 10⁻27. ന്യൂട്രോണിന്റെ ഭാരം എത്രയാണ്?
1.674 ഇൻറ്റു 10⁻⁻27. ഇനി ഐസോടോപ്പുകളും അതിൻ്റെ ഉപയോഗങ്ങളെ പറ്റിയിട്ട് നോക്കാം. നമ്മൾ ഐസോടോപ്പ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഇനി അതിൻ്റെ ഉപയോഗങ്ങളെ പറ്റിയിട്ട് നോക്കാം. കാർബൺ 14 എന്താണ് ഉപയോഗം? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നു. കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നു. കോബാൾട്ട് 60 എന്തിനാണ്? ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. കോബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. അയൺ 59 അനീമിയ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. അയൺ 59 എന്തിനുപയോഗിക്കുന്നു? അനീമിയ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. ഗോൾഡ് 198 രക്താർബുദ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് ഗോൾഡ് 198. അയഡിൻ 131 ഗോയിറ്റർ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. അയഡിൻ 131 ഗോയിറ്റർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. സോഡിയം 24 ആൻജിയോഗ്രാം ടെസ്റ്റ് നടത്താനായി ഉപയോഗിക്കുന്നു. സോഡിയം 24 ആൻജിയോഗ്രാം ടെസ്റ്റ് നടത്താനായി ഉപയോഗിക്കുന്നു. ഫോസ്ഫറസ് 32 സ്കിൻ ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. ഫോസ്ഫറസ് 32 സ്കിൻ ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. സ്ട്രോൺഷ്യം 89 ബോൺ ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. സ്ട്രോൺഷ്യം 89 ബോൺ ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ആറ്റത്തെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നോക്കിയത്. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.